ബുർജ് ഖലീഫയിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈറ്റുള്ള ബുർജ് ഖലീഫയിലേക്കുള്ള എൻട്രൻസിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പയുണ്ട് കൂടെ, മത്സാമിയുണ്ട്, അമ്മയുണ്ട്. എൻ്റെ കുടുംബിനി നേരത്തെ പോകേണ്ട, കൈ ടിക്കറ്റ് ഇല്ലാതെ എൻ്റെ മാത്രമേ ഉള്ളൂ. അക്കച്ചൻ എല്ലാവരും കൂടെ പോവാണ്. ഞങ്ങളിപ്പോൾ അത് സ്കാൻ ചെയ്യാൻ പോവാണ്. നടക്കും മക്കളെ. ചെക്കിങ് പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ ഇതിലോട്ട് കയറുവാണ്. അതിൻ്റെ താഴോട്ട് പോവാണ്. ഇവിടെ എഴുതി വെച്ചേക്കാണ് ഫ്രം എർത്ത് ടു ദ സ്കൈ. ഇവിടെ നിന്നിട്ടൊരു സ്പെഷ്യൽ ഇതുണ്ട്. ഇതതിൻ്റെ മണ്ട വരെ കാണാനുള്ള സംഭവം അവർ ചെയ്തിട്ടുണ്ട്. ചെറിയ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്നാൽ ഒന്നും കാണത്തില്ല ആക്ച്വലി. Here, before Burj Khalifa, do you have any guesses what it is? No. It was a military base. In 2005, the super was made. See, in 2007, there was 100 levels already built within Burj Khalifa. 150 was built in 2007, and it's considered the world's tallest freestanding structure. What does this mean? Well, you can't see any huge skyscraper beside Burj Khalifa, right? That was called of the spire, or rather the antenna of Burj Khalifa. This serves as a communication between airplanes completed, where there is glass panes. What do you think is the asset of Burj Khalifa? How much is it? You don't know? Like 1,000. 1,000. Allah. It's 1.5 billion US dollars. Not even dirhams, dollars. And if we're gonna count the range of how much the downtown district is, it's 20.5 billion US dollars. എല്ലാ ആൾക്കാരും കാണാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ. അങ്ങനെ ലിഫ്റ്റിൻ്റെ അവിടെ കാണിക്കുന്നുണ്ടോ സ്പീഡിൽ പോകുന്ന കാര്യം? എത്ര മീറ്റർ സ്പീഡിൽ പോകുന്നുണ്ടെന്ന് നോക്കിയത്. 10 സെക്കൻഡ് കൊണ്ട് 87, അന്ന് 98, 92, 14 സെക്കൻഡ് നോക്കി. ഭയങ്കര ഫാസ്റ്റ്. 57 സെക്കൻഡ് കൊണ്ട് 439, 124 ലെവലിൽ എത്തിക്കഴിഞ്ഞു. വരുവാ ഇങ്ങ പടാന്ന്. ഇതിപ്പോൾ ഞങ്ങളിപ്പം ബുർജ് ഖലീഫയ്ക്കകത്താണ്, പക്ഷെങ്കിൽ മേലോട്ട് പോയില്ല, മേലോട്ട് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിനകത്തോട്ട് കയറുവാണ്. ലിഫ്റ്റ് ഇതിനകത്ത് ഇത് നോക്കി അടിപൊളി. 6-ലെത്തി 7-ലെത്തി.哇，好靚啊！坐電梯啊，上去124，哇感覺快咯。哇，真係哇，好靚！到啦，30啊，30幾啊，睇下嗰度。44，അടിപൊളി വ്യൂ അല്ലേ? 49啊，我影到啦。如果發先得嘅天特特影寫。哇，個天空㗎啦！ ചെവി വല്ല അടങ്ങുന്നുണ്ടോ? നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ. വാ,有啲咩啦？ആകാശത്തെത്തിയെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ മണ്ടയ്ക്ക് സ്പേസിലെത്തിയെന്നാണ്. അതുപോലെ എത്തിയോ?唔感覺冇咩嘢，隻耳仔有啲嘅，അങ്ങനുണ്ട്. അടിപൊളി. അങ്ങനെ 124. Yes. That's from the open terrace, and don't forget to visit level 125. അങ്ങനെ ബുർജ് ഖലീഫയ്ക്കകത്ത് കയറി. നമ്മളിങ്ങനെ അകച്ചാ കൂടെ വയ്ക്ക. നമ്മളങ്ങനെ ബുർജ് ഖലീഫയ്ക്കകത്ത് കയറി. ഓക്കെ, അങ്ങനെ ഒരു ഇറങ്ങ. എൻ്റെ അമ്മേ, വണ്ടികളൊക്കെ പോന്ന് നിങ്ങൾ കണ്ടോ? ദുബായിയുടെ വ്യൂ ആണ്.
എന്നിട്ട് രാത്രിയില്ല ഇല്ല, ഞാൻ പേടിക്കത്തില്ല, കറങ്ങുന്നേ ഉള്ളൂ. എൻ്റെ അടി ഞങ്ങളെല്ലാവരും ഇതിൻ്റെ മണ്ടേ കയറി ഏറ്റവും താഴത്തെ വ്യൂ നോക്കുക. തന്നെ പൊട്ടുന്നാടാ, നീ ചാടിയിട്ടല്ല. പൊട്ടിക്കുന്നേ വേണ്ട, പൊട്ടി അല്ല, ഇവിടെ മാത്രമേ പൊട്ടത്. ഇത് പൊട്ടുന്ന കണ്ടോ ഗ്ലാസ്? വേൾഡ് റെക്കോർഡ് ഫൗണ്ട് താഴെ. ദുബായ് ബുർജ് ഖലീഫ കണ്ടിട്ട് ഇറങ്ങി. പൈസ കൊടുത്ത് കയറിയില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു എക്സ്പീരിയൻസ്. അതേ ഞാൻ പറയത്തുള്ളൂ. കാശുള്ളവൻ കയറി കാണുക, ഇല്ലാത്തവൻ താഴെ നിന്ന് കാണുക. കാരണം അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്കിലും കൊള്ളാം, നല്ലൊരു ഫീലുണ്ട്.